ഹലോ ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ സ്മോൾ ഹാപ്പിനെസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു യെല്ലോ റൈസും ഗ്രിൽഡ് ചിക്കനുമാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ജീരകശാല റൈസാണ്. ഇത് 3 കപ്പ് റൈസുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ടിരിക്കുകയാണ് ഞാൻ. ചിക്കൻ എടുത്തിരിക്കുന്നത് ലെഗ് ക്വാർട്ടേഴ്സാണ്. ഇത് 4 പീസുണ്ട്. ഇതിൻ്റെ സ്കിന്ന് മാറ്റിയിട്ട് നന്നായിട്ട് കഴുകി വരഞ്ഞു വെക്കണം. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. 5 ഏലക്കായ, 2 തക്കോലം, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 6 ഗ്രാമ്പു, 4 ബേ ലീവ്സ് എന്നിവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു പാനിൽ ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ചെറു തീയിൽ വഴറ്റി ചൂടാക്കി എടുക്കണം. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ചൂടാറിക്കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഈ പൊടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ 1 നാരങ്ങ പകുതിയുടെ ജ്യൂസും കൂടെ ഇട്ട് പിന്നെ കുറച്ച് ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഒലിവ് ഓയിലും കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമ്മുടെ റൈസ് എടുത്ത് കഴുകി വാരി ഓട്ടപാത്രത്തിൽ വെച്ചതിന് ശേഷം കുറച്ച് മല്ലിയില ഞാൻ അരിഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു പാനിൽ ഗീ ആണ് ചൂടാക്കുന്നത്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ടുണ്ട്. ഗീ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 3 പട്ട, 3 ഏലക്കായ, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി നല്ല മണമെല്ലാം വന്നു കഴിയുമ്പോൾ നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി അതിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റിച്ച് വറുത്തെടുക്കണം. അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചിക്കൻ്റെ പരിപാടികൾ തുടങ്ങാം. അതിനായിട്ട് ഒരു സ്റ്റീമർ എടുത്തിട്ട് അതിൽ ഒരു നിറയെ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വെച്ച് നമുക്കിത് ഒരു 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് കുത്തി നോക്കുമ്പോൾ ഇതാ വെന്ത് തുടങ്ങുന്നുണ്ട്. ഇത് വീണ്ടും അത് മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ വേവിച്ചെടുക്കണം. അങ്ങനെ ടോട്ടൽ ഏകദേശം ഒരു 20 മിനിറ്റ്സ് എടുക്കും. ഇനി ഞാനിത് പുറത്തെടുത്തിട്ട് ഞാനിത് എയർ ഫ്രയറിൽ വെച്ച് ഇതിൻ്റെ പുറം ഭാഗം എല്ലാം നല്ല രീതിയിലൊന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കും. അപ്പോഴിതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പിയുമായിട്ടിരിക്കും. കുറച്ച് ഓയിൽ അങ്ങ് സ്പ്രേ ചെയ്തിട്ട് ചിക്കൻ അതിലേക്ക് വെച്ച് എയർ ഫ്രൈ ചെയ്യണം. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കൊണ്ട് ഇത് എയർ ഫ്രൈ ആയി കിട്ടും.
ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ ജ്യൂസി ആയിട്ടും കിട്ടും. ഇനി സ്റ്റീമറിലുള്ള ആ വെള്ളമാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ എടുക്കുന്നത്. ഇത് നല്ല ചിക്കൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങിയ സ്പൈസി ആയിട്ടുള്ള വെള്ളമാണ്. 3 കപ്പ് അരി ആയതുകൊണ്ട് ഞാനിതിൽ 5 കപ്പാണ് വെള്ളം എടുക്കുന്നത്. ഈ വെള്ളം തികഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് 1 കപ്പ് വെള്ളം സാധാരണ വെള്ളം കൂടി ഒഴിക്കാം. ഇതിൽ 1 ടേബിൾ സ്പൂൺ ഉപ്പോടെ ഇട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് തിളച്ച് കഴിയുമ്പോഴാണ് അരി ഇടുന്നത്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഈ വെള്ളമെല്ലാം വറ്റി റൈസെല്ലാം നല്ല സോഫ്റ്റായിട്ട് വരും. ഇത് കണ്ടോ, ഇപ്പോൾ ഈ റൈസ് നന്നായിട്ട് കുക്കായി, അടിയിൽ വെള്ളമൊന്നുമില്ല, അതെല്ലാം നല്ല പറ്റി നല്ല സോഫ്റ്റ് റൈസായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിനി ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങാനീരും കൂടി ഒഴിച്ച് ഇളക്കുന്നുണ്ട്. ഇത് ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ഒത്തിരി പ്രോസസ്സൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് സവാള വഴറ്റി കുറച്ച് മല്ലിയിലയും കൂടെ മുകളിലേക്ക് വിതറുന്നുണ്ട്. ഇത് 1 കപ്പ് പാലെടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് നേരം ഇട്ട് സ്റ്റീം മുകളിലോട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു ചെറിയ കുഴി പോലെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ സ്റ്റീം കയറി വരാനായിട്ട് എളുപ്പമുണ്ട്. ഇനി ഞാൻ ഗ്രില്ല് ചെയ്തെടുത്ത ചിക്കൻ അതിൻ്റെ മുകളിലോട്ട് വെച്ചതിന് ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഏകദേശം 15-20 മിനിറ്റ് നേരം ദം ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കനും ഈസി ആയിട്ടുള്ള യെല്ലോ റൈസും റെഡി ആയിരിക്കുന്നു. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിന് ഒത്തിരി പ്രോസസ്സ് ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒത്തിരി ഉള്ളി അരിയേണ്ട പരിപാടികളൊന്നുമില്ല. ചിക്കനും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം. ഇതൊരു ചിക്കൻ മന്തി റൈസിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും ഏകദേശം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് വെരി ഈസിയാണ്. Thank you for watching. See you in another video. Bye.